ബാർ കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് അന്വേഷിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. വൈകിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച് ഒരു തുടരന്വേഷണം നടത്താൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഈ അന്വേഷണം നേരത്തെ തന്നെ ആകാമായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് തുടരന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ്. അതിനെല്ലാം വിരുദ്ധമായി ഇപ്പോൾ നേരത്തെ ആഭ്യന്തരമന്ത്രി എടുത്ത നിലപാടിനും ഗവൺമെന്റ് എടുത്ത നിലപാടുമൊക്കെ മാറ്റിവെച്ച് ശാശ്വതികാനന്ദയുടെ മരണം തുടരന്വേഷണം വേണം എന്നുള്ള നിലപാടെടുത്തത് ശരിയായൊരു നടപടിയാണ്. ആരോപണ വിധേയമായ എല്ലാ ആളുകളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണം. ഇപ്പോൾ ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുമെന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ അനുമതിയോടുകൂടിയാണ് തുടരന്വേഷണം നടത്തേണ്ടത്. നേരത്തെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുത്ത കോടതിയിൽ തന്നെ തുടരന്വേഷണത്തിന് അനുമതി ചോദിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ തന്നെ ഗവൺമെന്റിന് പറയാമായിരുന്നു ഞങ്ങൾ തുടരന്വേഷണം സന്നദ്ധമാണ് എന്ന്. അതൊന്നും പറയാതെ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് ബാർ കുംഭകോണ കേസിന് ശ്രദ്ധ തിരിച്ചുവിടുക എന്ന ദുരുദ്ദേശം കൂടി ഇന്ന് ഈ തീരുമാനം പ്രഖ്യാപിച്ചതിൻ്റെ പിറകിലുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 7 ജില്ലകളിലെ ഇലക്ഷൻ പ്രചരണം സമാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി കേരളം മുഴുവൻ അഴിമതി, UDF ഗവൺമെൻറ് അഴിമതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാർ കുംഭകോണം, ഒരു മന്ത്രി നേരിട്ട് കൈക്കൂലി വാങ്ങിയ കേസ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി നേരിട്ട് കൈക്കൂലി വാങ്ങി എന്ന് കോടതി തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടമാകുമ്പോൾ മുഖ്യ ചർച്ചയായി. ആ ചർച്ചയൊന്ന് വഴിതിരിച്ചു വിടുക എന്നുള്ള ദുരുദ്ദേശം കൂടി ഉണ്ട്. പക്ഷേ ഈ തീരുമാനം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമായി.